എല്ലാവർക്കും മല്ലൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കട്ട്ലേറ്റാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ കൊണ്ട് ഒരു 150 ഗ്രാം ചിക്കൻ എല്ലാം വേവിച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഉരുളൻകിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചീസുണ്ട്. ഒരു 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കോൺഫ്ലവർ ഉണ്ട്, റസ്ക് പൊടിയുണ്ട്. ബാക്കി മസാലയെല്ലാം ഇടുമ്പം കാണിക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നു. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചീസ് ഇട്ട് കൊടുക്കുന്നു. 1/2 സ്പൂണ് ജീരകപ്പൊടി ഇടുന്നു. ചിക്കൻ മസാല ഒരു 1/2 സ്പൂൺ ഇടുന്നു. 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇടുന്നു. 1/2 സ്പൂണ് മുളക് പൊടി ഇടുന്നു. ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നു. ഒരു പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടി ഇടുന്നു. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു. 1 സ്പൂൺ അരിപ്പൊടി 1 സ്പൂൺ കൂടി ഇടുന്നു. 2 സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലോട്ട് 1 സ്പൂണ് കോൺഫ്ലവർ മാവ് ഇട്ട് കൊടുക്കുന്നു. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ലൈറ്റ് കൈവെള്ളം തളിച്ച് കൊടുക്കുവാണ്. നമ്മൾ ഇതിലോട്ട് 1/2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഈ പരുവത്തിൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കട്ട്ലറ്റിന് ആവശ്യത്തിന് ഉരുളയെടുക്കാം. ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് പിടിക്കാവുന്നതാണ്. ഒരു 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് ചാരിച്ച് വെക്കാം. കയ്യിൽ ലൈറ്റായിട്ട് എണ്ണ വേണേൽ തൂത്തും നമുക്ക് കയ്യിൽ പൊട്ടിപ്പിടിക്കത്തില്ല. എന്നിട്ട് നമ്മുടെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ അളവിലാണ് നമ്മൾ എടുക്കുന്നത്. റസ്ക് പൊടിയിലോട്ട് വെച്ച് കൊടുക്കാം. റസ്ക് പൊടിയിലോട്ട് വെച്ച് കൊടുക്കുവാണ്. നമ്മളിത് ഇങ്ങനെ മുക്കുവാണ്. ഇതേകൂട്ട് നമ്മളെല്ലാം എടുത്ത് വെക്കണം. ചിക്കൻ കട്ട്ലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. അപ്പം നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷാലോ ഫ്രൈ കുറച്ച് എണ്ണയെ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കട്ട്ലേറ്റ് പെറുക്കി വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം. വെക്കുമ്പോൾ നമ്മൾ പെതുക്കെ വെച്ച് കൊടുക്കണം, ഉടഞ്ഞു പോകരുത്.
ഒരു പ്ലേറ്റിലോട്ട് എടുക്കുവാണ്. നമുക്ക് കട്ട്ലേറ്റ് പാത്രത്തിലോട്ട് മാറ്റി ഇത് നമ്മൾ സോസിൻ്റെ കൂടെയോ മൈനീസിൻ്റെ കൂടെയോ വെച്ച് 4 മണി ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പം ചിക്കൻ ഇരുന്ന് ഇതേ കൂട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ.